അപ്പോൾ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ 8 ക്വസ്റ്റ്യൻ പഠിച്ചേക്കുക. അതിൽ ഒരെണ്ണം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ലെങ്തി ആൻഡ് നല്ല ലെങ്തി ഉള്ളതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും. അപ്പോൾ ലെങ്തി എന്നുള്ള പോയിന്റ് വരുമ്പോൾ തന്നെ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നുള്ള പോയിന്റ് എഴുതാം. പിന്നെ ഡീറ്റെയിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൽ 448 ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറയാം, 25 പാർട്സ് ആണെന്ന് പറയാം, 12 ഷെഡ്യൂൾ പ്ലസ് ഒരു പ്രിയാമ്പിൾ, ഇതും കൂടി ചേർന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. പിന്നെ പാർലമെൻ്ററി സിസ്റ്റം ആണെന്ന് പറയാം. അതായത് സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കൺട്രീനെയാണ്. സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്തായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും, രാഷ്ട്രപതി ആയിരിക്കും. ഗവൺമെൻറ്, അതായത് മൊത്തത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താ, പാർലമെൻറ്റിന് റെസ്പോൺസിബിൾ ആയിരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പ്രസിഡൻറ്റും രാജ്യസഭയും ലോകസഭയും ചേർന്നതാണ്. അപ്പോൾ അതിൽ രാജ്യസഭ എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് എഴുതുക. ലോകസഭ എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് എഴുതുക. പിന്നെ പ്രസിഡൻറ്റ് ഇപ്പോൾ നമ്മുടെ ദ്രൗപദി മുർമുവാണ്. അപ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം എന്നുള്ള ആ പോയിന്റിൽ എന്ത് എഴുതുക? പ്രസിഡൻ്റാണ് സ്റ്റേറ്റിൻ്റെ ഹെഡ്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺട്രീനെയാണ് കേട്ടോ. സ്റ്റേറ്റിൻ്റെ ഹെഡ് പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറിയാമല്ലോ. മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് കോടതി വഴിയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയാലോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ബിയിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ആർട്ടിക്കിൾ ഏതാ വരുന്നതെന്നാണ്. അപ്പോൾ ആദ്യത്തെ എല്ലാവർക്കും അറിയാം ഈക്വാളിറ്റി. അപ്പോൾ ഒരു കഥ പോലെ പഠിക്കുക. ഈക്വാലിറ്റി ഉണ്ടായാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീഡം കിട്ടുമല്ലേ, സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ സ്വാതന്ത്ര്യം കൂടുതലായി കഴിഞ്ഞാൽ എന്താ? ചൂഷണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പഠിക്കുക. ഇനി ചൂഷണം ഉള്ളത് ഇതിലാണ്. ഇപ്പോൾ എന്തിനെ പറ്റി പറഞ്ഞിട്ട് എല്ലാവരും ചൂഷണം ചെയ്യണം? മതത്തിനെ പറ്റി പറഞ്ഞിട്ടാണല്ലേ. സോ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളത് പഠിക്കുക. പിന്നെ ഈ ചൂഷണം, മതത്തിനെ പറ്റിയുള്ള ചൂഷണം ഇല്ലാതാക്കാൻ എന്ത് വേണം? നല്ല വിദ്യാഭ്യാസം, നല്ല കൾച്ചർ ഉണ്ടാവണമല്ലേ. അപ്പോൾ അടുത്തത് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പഠിക്കുക. പിന്നെ അപ്പോൾ ഇതൊക്കെ എഡ്യൂക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഒരു റെമഡി ആയി എന്ന് പറയാമല്ലേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കുക. പിന്നെ ആ നമ്പേഴ്സും കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. 14, 18, 19, 22, 23, 24, 23 തൊട്ട് 24 വരെ, 25 തൊട്ട് 28 വരെ എന്നുള്ള പോയിൻറ്സും കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ പഠിക്കാനുള്ളത് ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ. നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയുടെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഹൈക്കോർട്ട് എവിടെ ഇരിക്കുന്നത്? എറണാകുളത്താണെന്നറിയാമല്ലോ. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോർട്ടും നമ്മുടെ ഈ എറണാകുളത്തിൽ ഈ കേരള ഹൈക്കോർട്ട് തന്നെയാണ് ലക്ഷദ്വീപിൻ്റെയും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി ആയി വേണ്ടുന്ന ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കണം? ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യക്കാരനായിരിക്കണം അദ്ദേഹം. പിന്നെന്താ പറയുന്നത്? ഈ പറയുന്ന ഹൈക്കോടതിയിലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. 10 വർഷക്കാലമായിട്ട് അവിടുത്തെ തന്നെ, അതായത് ഒരു ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിച്ച ആളായിരിക്കണം. പിന്നെ എന്ത് വേണം? ഒരു ജുഡീഷ്യൽ ഓഫീസ് 10 വർഷത്തോളം ഹെൽഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ആളായിരിക്കണം. അതായത് ഒരു ഓഫീസ് നടത്തിക്കൊണ്ടുപോയിരിക്കുന്ന ആളായിരിക്കണം. ജുഡീഷ്യൽ ഓഫീസ് ഉള്ള ആളായിരിക്കണം 10 വർഷത്തോളമായിട്ട്. അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷനുള്ളത് തെറ്റാതെ എഴുതുക. പിന്നെ പറയുന്നത്, പിന്നെ കുറച്ചും കൂടി എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 നിലവിൽ വരുമ്പോൾ അതിൽ മുന്നേ തന്നെ ആ സമയത്ത് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. മറ്റേതെന്താ? ഇപ്പോൾ സമീപകാലത്തായിട്ട് ഉണ്ടായതാണ്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഡു നോട്ട് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അത് നമുക്ക് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്താലാണ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാക്കുന്നത് തന്നെ ക്രിയേറ്റഡ് ബൈ പാസിങ് ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലൊരു നിയമം പാസ്സാക്കിയിട്ടാണ് അങ്ങനെയുള്ള ബോഡികളൊക്കെ ഫോം ചെയ്യുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇല്ലെങ്കിൽ അവിടെ ഇന്ത്യയിൽ ഒരു കാര്യം നടക്കില്ലല്ലോ. ഇലക്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഫിനാൻസ് കമ്മീഷൻ, പിന്നെ UPSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IAS IPS പോലുള്ള അത്രയും വലിയ പരീക്ഷകളൊക്കെ നടത്തുന്ന സ്ഥാപനമാണ് UPSC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്തിന് എക്സാമ്പിളാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് എക്സാമ്പിളാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, നമുക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന കമ്മീഷനുകളാണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അത് നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. അപ്പോൾ രണ്ടും എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ.
പിന്നെ അടുത്ത് പറയുന്നത് RTE ആക്ട്. RTE എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് പറയുന്നത്. ഏതെങ്കിലും 6 പോയിന്റ് എഴുതിയിരിക്കുക. 2009 RTI ആക്ട് 2009 വന്നത്. പക്ഷേ നിലവിൽ വന്നത് 2010. അപ്പോൾ അത് വെച്ച് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അതായത് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ആർക്ക് കൊടുക്കണം? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൂല്യങ്ങൾ ഉള്ള കരിക്കുലമായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരിക്കുലം വേണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളെ ഫിയർ, ട്രോമ, ആങ്സൈറ്റി എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കണം. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റം ലേണിംഗ് വേണം നടത്തിക്കൊണ്ട് പോരാൻ. പിന്നെ 25% സീറ്റുകൾ ആർക്ക് വേണ്ടി റിസർവ് ചെയ്യണം? വീക്കറായിട്ടുള്ള സെക്ഷൻ, സൊസൈറ്റിയിൽ വീക്കറായിട്ടുള്ള സെക്ഷൻ ഉണ്ടാകുമല്ലോ, വീക്കറായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് 25% സീറ്റ് സംവരണം ഓരോ സ്കൂളിലും കൊടുക്കണം. പിന്നെ ക്ലാസ് റൂമുകളൊക്കെ ഒരു അഡീക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലുള്ളതായിരിക്കണം. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് കൊടുക്കണം. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് വേണം. പിന്നെ 1:30, 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള അനുപാതമാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് വേണം? റാമ്പ് സൗകര്യം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? RTE ആക്ട് 2009 പറയുന്നത്. പിന്നെ അടുത്തൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മുനിസിപ്പാലിറ്റീനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തൃശ്ശൂർ മുനിസിപ്പാലിറ്റീനെ തന്നെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ എന്താ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്? എന്താണ്? അതായത് ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ഒരു മുനിസിപ്പാലിറ്റിയാണ്, ഗുരുവായൂർ, ചാലക്കുടി ഇതൊക്കെ ഒരു മുനിസിപ്പാലിറ്റി ആണല്ലേ. അതായത് ഒരു ടൗൺ അല്ലെങ്കിൽ സിറ്റീനെ ഭരിക്കുന്ന ഒരു ലോക്കൽ ഗവൺമെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? മുനിസിപ്പാലിറ്റി എന്ന് പറയുക. അതായത് മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ ലോക്കൽ ഗവൺമെൻറ് ദാറ്റ് അഡ്മിനിസ്ട്രേറ്റ്സ് എ സിറ്റി ഓർ ടൗൺ എന്നാണ് പറയുക. ഒരു സിറ്റി അല്ലെങ്കിൽ ടൗണിനെ ഭരിക്കുന്ന ലോക്കൽ ഗവൺമെൻറ്റിനെയാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുക. ഈ മുനിസിപ്പാലിറ്റി എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും? അവർക്ക് എന്തൊക്കെ വേണം സ്വന്തമായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കണം? പോലീസ് അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, PWD. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൻ്റെ ആ ഒരു ഉൾഭാഗം തന്നെ എടുത്ത PWD ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവരെന്തിനാണ് സച്ചസ് റോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, സൈഡ് വോക്സ് അറിയാലോ, നമ്മുടെ സൈഡിലൊക്കെ ഈ കട്ട വിരിക്കണ പരിപാടിയൊക്കെ അതൊക്കെ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി തന്നെയാണ്. പിന്നെ പാർക്ക്, അതിൻ്റെ റീക്രിയേഷൻ, പിന്നെ ലൈബ്രറി അറിയാലോ, നമ്മുടെ ചെമ്പൂക്കാവ് ഭാഗത്തൊക്കെ ലൈബ്രറി ഉണ്ടല്ലോ, പബ്ലിക് ലൈബ്രറി. പിന്നെ വാട്ടർ ആൻഡ് സ്യൂവർ സർവീസ്, ഗാർബേജ് കളക്ട് ചെയ്യണം, വേസ്റ്റൊക്കെ കളക്ട് ചെയ്യണം. പിന്നെ സോണിങ് ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിങ്, അത് ഓരോ ഭാഗങ്ങളെയും ഇന്നതായിട്ട് തിരിക്കണം. ഇന്ന ഭാഗത്ത് പാടങ്ങളാണ്, ഇന്ന ഭാഗത്ത് ഗ്രൗണ്ട്, ഇന്ന ഭാഗത്ത് ഇത് എന്നുള്ള സോണിങ് നടത്തേണ്ടത് മുനിസിപ്പാലിറ്റി തന്നെയാണ്. ഓരോ ഭാഗത്ത് എന്തിരിക്കുന്നു എന്നുള്ള ഒരു സോണിങ്ങും മുനിസിപ്പാലിറ്റി ചെയ്യണം. പിന്നെ ഇക്കണോമിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം, അതായത് ഇവിടെ സാമ്പത്തികപരമായിട്ടും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കേണ്ട സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടൗണിൽ എന്തൊക്കെ സർവീസ് ചെയ്യണമെന്ന്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, ഇതിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് എന്താ? ആരാണ് ഭരിക്കുന്നത്? ഒരു ഗവർണറും ആ ഗവർണർ അടങ്ങുന്ന ഒരു കൗൺസിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആരാണ്? ഗവർണറല്ല, മേയർ. ഓക്കെ, ആരാണ്? മേയറാണ് ഉണ്ടായിരിക്കുക. മേയറും മേയർ അടങ്ങുന്ന ഒരു കൗൺസിലാണ് ഉണ്ടായിരിക്കുക. അവരെ തിരഞ്ഞെടുക്കുന്ന ആരായിരിക്കും? ആ സിറ്റിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അവരെ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ മേയർ റെസ്പോൺസിബിളാണ്. ദിവസവും അവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തികളിലും ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി, മുനിസിപ്പാലിറ്റി നടക്കുന്ന ഓരോ പ്രവൃത്തികൾക്കും ഇയാളിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ബാക്കി നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ പ്രിയാമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ്, മുന്നേ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സെക്യുലർ പ്രിയാമ്പിളിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ സോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആശയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. പിന്നെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള വേർഡിൽ നിന്നാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ സെക്യുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മതനിരപേക്ഷതയാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സാമ്പത്തികമായിട്ട് ഒരു വ്യക്തിയിൽ തന്നെ പണം കേന്ദ്രീകരിക്കപ്പെടാത്ത ഒരു രാജ്യമായിട്ടാണ് വളരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവാൻ, അല്ലാതെ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടൊന്നും ഈ പണം കുമിഞ്ഞു കൂടരുതെന്നാണ് സോഷ്യലിസ്റ്റോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്നുള്ള കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ചു നോക്കുക കേട്ടോ.